ഹായ്, ഞാൻ അശ്വതി. ഞാൻ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഏകദേശം ഈ 2 ആഴ്ച കൂടെയാണ് നീറ്റ് എക്സാമിനുള്ളത്. അപ്പൊ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മെയിൻലി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത്. മിനിമം 2 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും പെർ ഡേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തെറ്റുകൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനുള്ള ആൻസേഴ്സ് കണ്ടെത്തുക, ആ തെറ്റിയ പോർഷന്റെ തിയറി മാത്രം ഒന്നുകൂടെ പോയി റിവൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ സൈഡ് ബൈ സൈഡ് ആയിട്ട് നമ്മളെ തിയറിയും സ്ട്രോങ് ആവും, നമുക്ക് ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവും. അപ്പൊ അതൊരു നല്ല യൂസ്ഫുൾ മെത്തേഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ദെൻ ബ്രില്യന്റ് നടത്തുന്ന എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. ടഫ് ആയാലും ഈസി ആയാലും അത് അറ്റൻഡ് ചെയ്യുക, അതിനുള്ള ആൻസേഴ്സ് കണ്ടെത്തുക. ലേണിംഗ് ആപ്പിലായാലും നിറയെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ OMR ഷീറ്റിൽ ചെയ്യുന്നതായിരിക്കും കാര്യം. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടെ ബെറ്റർ ആവും. അതോടൊപ്പം തന്നെ 3 സബ്ജക്റ്റും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ പഠിത്തത്തിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോ ടെൻഷൻ കാണാം, ബട്ട് ടെൻഷന്റെ ആവശ്യമില്ല. കോൺഫിഡന്റോടെ മുന്നോട്ട് പോവുക. ഒരു രീതിയിലും കമ്പയർ ചെയ്യണ്ട, ബാക്കിയുള്ളവരുടെ മാർക്കുമായിട്ട് നമ്മുടെ മാർക്കിനെ കമ്പയർ ചെയ്യണ്ട, നമുക്ക് മോഡൽ എക്സാംസിന്റെ മാർക്കുമായിട്ടും കമ്പയർ ചെയ്യണ്ട. അതൊക്കെ നമുക്ക് ബെറ്റർ ആവും. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള കോൺഫിഡൻസിലൂടെ മുന്നോട്ട് പോവുക. അപ്പോ ഈ വർഷത്തെ നീറ്റിൽ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം